പോർച്ചുഗൽ വേഴ്സസ് നൈജീരിയ മത്സരത്തിൽ തളികയിലെന്ന വണ്ണം വെച്ച് കിട്ടിയ സുവർണാവസരം ഗോൾ വലക്ക് പുറത്തടിച്ചു കളഞ്ഞ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നോക്കി ഫുട്ബോൾ ആരാധകർ നെടുവീർപ്പിട്ടു. ബോക്സിനുള്ളിൽ നിന്നും ലഭിക്കുന്ന അർദ്ധവസരങ്ങൾ പോലും നിഷ്പ്രയാസം ഗോൾ വലയിലേക്ക് തൊടുത്തുവിടുന്ന, എതിരാപ്പിലെ അസാധ്യ ആംഗിളുകൾ പോലും അളന്നു മുറിച്ച് ഗോൾ പായിച്ചിരുന്ന റൊണാൾഡോയുടെ കാലുകൾക്ക് ലക്ഷ്യം പിഴച്ചു തുടങ്ങിയോ. ആധുനിക ലോക ഫുട്ബോളിലെ ഏറ്റവും വീര്യമേറിയ മധ്യനിര എന്ന ബമ്പോടെ ലോകകപ്പ് നേട്ടത്തിന് വലിയ പ്രതീക്ഷകളുമായി വരുന്ന പറങ്കിപ്പടക്ക് പക്ഷേ എക്കാലത്തെയും തങ്ങളുടെ മികച്ച താരമായ റൊണാൾഡോയുടെ സമീപകാല പ്രകടനങ്ങൾ തലവേദനയാകുന്നു. ആരാധകാശയങ്ങളെ അർത്ഥവത്താക്കുന്നതായിരുന്നു നാഷണൽ ക്യാമ്പിലെത്തിയ ശേഷമുള്ള സന്നാഹ മത്സരത്തിലെ റൊണാൾഡോയുടെ പ്രകടനങ്ങളും. നൈജീരിയയുമായുള്ള സന്നാഹ മത്സരം 18-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് ബോക്സിലേക്ക് വെച്ച് നീട്ടിയ മനോഹരമായ പന്ത്, ഗോൾ കീപ്പറുമായി 1-on-1 സിറ്റുവേഷൻ. എന്നാൽ ആ സുവർണാവസരം അലക്ഷ്യമായി പുറത്തേക്ക് അടിച്ചു കളയുന്ന റൊണാൾഡോയുടെ കാഴ്ചകൾ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. തുടർന്ന് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലഭിച്ച സുവർണാവസരം പതിച്ചതും ഗോൾ വലക്ക് പുറത്തേക്കായിരുന്നു. 57-ാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്നും റൊണാൾഡോയെ ലക്ഷ്യമാക്കി ഉയർന്നു പൊങ്ങിയ പന്തും വലയിലെത്തിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 61-ാം മിനിറ്റിൽ 6 യാർഡ് ബോക്സിനകത്ത് വെച്ച് ലഭിച്ച ആ പന്തും അലക്ഷ്യമായി പോയി. ഫുട്ബോളിലെല്ലാം തികഞ്ഞവന് കിട്ടാക്കാനിയായ ആ സുവർണ കിരീടം ചൂടാൻ പാകമായ സ്കോഡുമായി വന്ന ആത്മവിശ്വാസത്തെ തകർക്കുന്നതായിരുന്നു തങ്ങളുടെ ഇഷ്ടതാരത്തിന്റെ പ്രകടനം. 65-ാം മിനിറ്റിൽ പകരക്കാരനായി പോകുമ്പോൾ ആകെ മിച്ചമായത് 4 ഷോട്ടുകൾ മാത്രമായിരുന്നു. അതിൽ 3 ബിഗ് ചാൻസുകളാണ് അയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. 0 ഗോളുകൾ, 0 അസിസ്റ്റുകൾ. മൈതാനത്ത് മികച്ച പൊസിഷൻ കീപ്പ് ചെയ്ത് കോമ്പിനേഷൻ ഉണ്ടാക്കുമ്പോഴും അവസരങ്ങൾ മുതലെടുക്കുന്നതിലെ അദ്ദേഹത്തിൻ്റെ പോരായ്മയാണ് ആരാധകർക്ക് വലിയ തലവേദനയാകുന്നത്. ശാരീരിക ക്ഷമത കൊണ്ടും വേഗത കൊണ്ടും ഉയർന്നു ചെയ്യുന്നതിലും അപാര മികവ് പുലർത്തിയിരുന്ന താരത്തിൻ്റെ തുറുപ്പുചീട്ടും ഫിസിക്കൽ എബിലിറ്റിയും തന്നെയായിരുന്നു. എന്നാൽ പ്രായം 41-ൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പ്രായം തളർത്തുന്നു എന്ന് നിസ്സംശയം പറയാം. അതാണ് മൈതാനത്ത് പ്രകടനമാകുന്നത്. ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് എന്ന പുരാതന വാക്യത്തിൽ സമീപകാല സന്നാഹ മത്സര പ്രകടനങ്ങളെ പ്രതിരോധിക്കുമ്പോഴും പോർച്ചുഗീസ് ആരാധകർക്ക് റൊണാൾഡോയുടെ ഫോം വലിയൊരു തലവേദന തന്നെയാണ്. കഴിഞ്ഞ ക്ലബ്ബ് സീസണിലെ പ്രകടനങ്ങൾ തന്നെ ആരാധകർക്ക് വലിയ മതിപ്പുണ്ടാക്കുന്നതല്ല. ലീഗ് മത്സരങ്ങളിൽ അൽ നാസർ കിരീട ജേതാക്കളായതൊഴിച്ചാൽ അത്ര തൃപ്തികരമല്ല ക്രിസ്ത്യാനോയുടെ സ്റ്റാറ്റുകൾ. AFC ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നിശ്ചിത സമയവും കടന്ന് 96-ാം മിനിറ്റിൽ ഗോൾ കീപ്പറെയും മറികടന്ന റൊണാൾഡോയുടെ ഹെഡർ ക്ലിയർ ചെയ്യപ്പെട്ടു വന്നത് തൻ്റെ കാലുകളിലേക്ക് തന്നെയായിരുന്നു. തങ്ങളുടെ ഇഷ്ടതാരത്തിലെ വിശ്വാസം കൊണ്ടും അദ്ദേഹത്തിലെ പ്രതിഭയുടെ മികവ് കൊണ്ടും അൽ നാസർ ആരാധകർ വിജയം ആഘോഷിക്കാൻ തയ്യാറായി നിന്നു. എന്നാൽ അവിടെയും ക്രിസ്ത്യാനോക്ക് പിഴക്കുന്ന കാഴ്ചയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഫലത്തിൽ അൽ നാസറിന് ആ കിരീടവും നഷ്ടമായി. കരിയർ ഡിസൈഡിംഗ് മിസ് എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾ അതിനെ വിശേഷിച്ചത്. അതെ, ഒരു പ്രതിഭയുടെ അന്ത്യം അടുത്തു തുടങ്ങിയോ. ഒരു രാജ്യത്തെ മുഴുവൻ ഒറ്റയ്ക്ക് തോളിലേറ്റിയ, അവർക്ക് സ്വപ്നങ്ങൾ നെയ്തു നൽകിയ അവരുടെ നായകൻ തളർന്നു തുടങ്ങിയോ. ലോക കിരീടം തേടിയിറങ്ങിയ പോർച്ചുഗീസ് പടക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ കാരണം വേറെ എന്തു വേണം? അയാളുടെ കാലുകൾക്ക് കൃത്യത നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും ബോക്സിനുള്ളിൽ ബോൾ നിയന്ത്രിക്കുന്നതിൽ അയാൾ പരാജയപ്പെടുന്നു. തൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് കീഴടക്കിയിരുന്ന പല 1-on-1 സിറ്റുവേഷനും അയാൾക്ക് ചുവട് പിഴക്കുന്നു. ഫിനിഷിങ്ങിൽ കാര്യമായ അപാകതകളും വ്യക്തമാണ്. 2026-ൽ എത്തി നിൽക്കുമ്പോൾ ഗോളുകളുടെ എണ്ണത്തിലും വൻതോതിൽ ഇടിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട്, ഒരു ഗോൾ കൊണ്ട് കളിയുടെ ഗതി മാറ്റിമറിക്കുന്ന റൊണാൾഡോയെ ഇപ്പോൾ കാണാൻ സാധ്യമല്ല. അതെ, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൽ എന്തൊക്കെയോ നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പല യുവ സ്ട്രൈക്കർമാർക്കും സാധ്യമല്ലാത്ത രീതിയിലുള്ള അപാര പൊസിഷനിങ്ങും അവസരങ്ങൾ സ്വീകരിക്കുന്നതിലും അദ്ദേഹം അസാധ്യ മികവ് പുലർത്തുന്നുണ്ട്. വേണ്ടുവോളം പന്തെത്തിക്കുന്നതിലും അവസരങ്ങൾ തുറന്നു നൽകുന്നതിലും പ്രാപ്തരായ ഒരു എഞ്ചിൻ പോർച്ചുഗീസ് മിഡ്ഫീൽഡിലുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മധ്യനിരയാണ് അവർക്കുള്ളത്. അനുഭവസമ്പന്നനായ ബ്രൂണോ നയിക്കുന്ന മിഡ്ഫീൽഡ് പാരീസിലേക്ക് തുടരെ ചാമ്പ്യൻസ് ലീഗ് കിരീടം എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച 2 പേർ കൂടെ ആ മിഡ്ഫീൽഡിലുണ്ട്. അതെ, ലോക ഫുട്ബോളിലെ ഇന്നത്തെ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളായ വിറ്റിഞ്ഞയും ജാവോ നെവസും. ഇനി കാര്യങ്ങൾ അയാളുടെ കാലുകളിലാണ്.
വർഷങ്ങളോളം തങ്ങൾ വിശ്വസിച്ച ആ ബൂട്ടുകളെ പോർച്ചുഗീസ് ജനതയ്ക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല. അവരുടെ വിശ്വാസങ്ങളെ അയാളും തള്ളിക്കളയില്ല. ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അയാൾ വീണ്ടും വരികയാണ്. പക്ഷേ ഇത് അവസാനത്തെ വരവാണ്. ലോക ഫുട്ബോളിൽ സർവ്വം കീഴടക്കാൻ അയാൾ ഒരിക്കൽ കൂടി ബൂട്ട് കെട്ടുന്നു, ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നഭാരവുമായി.